ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മഴയൊക്കെ പെയ്ത് നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി പുട്ടാണ് ഉണ്ടാക്കിയത്. കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ റിച്ചാർഡ് ഒരു 6:45 റിച്ചാർഡ് പോയി. അതിനുശേഷം നമ്മൾ പുട്ടും പഴമൊക്കെ കഴിച്ച്. അപ്പോൾ റോജർ പോകാനായിട്ട് 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം ഇന്ന്. എല്ലാവർക്കും ഇഷ്ടമാണ് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു ചിക്കൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് ഈ ബ്രസ്റ്റ് പീസ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബ്രസ്റ്റ് പീസ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലുകളുള്ളതും പിന്നെ ചിക്കൻ ലെഗ് പീസും എല്ലാം കൂടി ഫ്രീസറിലുണ്ട്. എങ്കിലും നമുക്ക് ബ്രസ്റ്റ് പീസിന് വേണ്ടി വീണ്ടും ചിക്കൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ ഇത് 4 ലെഗ് നമ്മൾ നേരത്തെ ഫ്രീസറിൽ ഉണ്ടായിരുന്നതാണ് എടുത്തത്. പിന്നെ ഇപ്പം മേടിച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും കൂടി കുറച്ചെടുത്ത്. പിന്നെ ഇത് ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കണത് തെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെങ്കിൽ ഏതാണ് നമുക്ക് എടുത്തു വെച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബ്രസ്റ്റ് പീസൊക്കെയാണത്. പിന്നെ ചിക്കൻ ലെഗ് ഉണ്ട് ഇപ്പോഴത്തെ. ഇതെല്ലാം റൂബിക്കുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തരംതിരിച്ച് ഫ്രീസറിലേക്ക് വെച്ച്. അപ്പോൾ ഫ്രീസറിൽ ഇനി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ചേർത്തിട്ട് പഴയതെടുത്ത് മുകളിലേക്ക് വെച്ച് പുതിയ താഴെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച്. അപ്പോൾ എൻ്റെ കയ്യിൽ ബിരിയാണിക്ക് മല്ലിയില തക്കാളിയൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പപ്പനെ വിട്ടിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സവാള അരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതേ പപ്പ അതും കൊണ്ട് വന്ന് അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയി. മിൽമയുടെ തൈര്, പാല്, ചീസ്, ബട്ടർ, പിസ്സ ചീസ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറൊന്നും ഒന്നും മേടിച്ചേക്കണല്ലേ? അൺസാൾട്ടഡ് ബട്ടറാണ് മേടിച്ചേക്കണം. കുഴപ്പമില്ല. സാമ്പാർ കഷ്ണം, തക്കാളി, സവാള, പപ്പടം. ഓക്കെ. ഇത് സോഡാപ്പൊടി അല്ലേ? ഇത് കൈരളി സാമ്പാർ പൊടി. ഇത് വീണ്ടും 1/2 കിലോ കാശ്മീരി മുളക് പൊടി. 300 രൂപയെ കാശ്മീരിക്ക് 1/2 കിലോ 250. എത്ര ലാഭമുണ്ട് എൻ്റെ പൊന്നെ. നമ്മളിനി പൊടി 500 രൂപയുടെ ചില്ലറ റിച്ചാർഡിന് 20 രൂപേൻ്റെ നോട്ട്. ഇതിങ്ങനെ തന്നെ ആ പേഴ്സിലിട്ട് വെച്ചേക്കാം. അവനത് ആവശ്യമുള്ളത് എടുത്തിട്ടെടുത്ത് പോവും. പഴം, പൊട്ടുപൊടി, മല്ലിയില, പച്ചമുളക്. ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. പാല്. അപ്പോൾ എൻ്റെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈരളിയുടെ ആ ബ്രാൻഡിൻ്റെ തന്നെ മട്ടാഞ്ചേരിയിൽ പോയിട്ട് പപ്പ അതൊക്കെ മേടിച്ച് എല്ലാം ആ കൂട്ടത്തിൽ കുറച്ച് വേറെ ചില്ലറ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ പിസ്സയും കൂടി ഇന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പപ്പയുടെ ഞാൻ മൈദ 1/2 കിലോ മാത്രം മേടിക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന്. ഈ ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് ലേറ്റാണ്. അപ്പോൾ മൈദ 1 കിലോ വരും. പിന്നെ ഇനി നമ്മൾ മേടിച്ചത് പഴകിപ്പോകും എല്ലാം കൂടി. വല്ലപ്പോഴും എടുക്കുകയുള്ളൂ. പക്ഷേ വന്നില്ല മൈദ ഇതുവരെയും. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും റോജർ പോകുന്നതിന് മുമ്പ് ഒരു പിസ്സയും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ചീസും മേടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ക്യാപ്സിക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇല്ലേ, അവർ തൂക്കി എടുത്ത് തരാൻ മറന്നുപോയി. കാരണം അവിടെ 1 കിലോൻ്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൂസായിട്ട് അവർ തൂക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും അവരത് വെച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കുമാണ് അത് അവർ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഏതായാലും പിസ്സയുടെ പരിപാടികൾ നടന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ബിരിയാണിയുടെ ഒരു കാര്യം മാത്രമേ ഇന്നത്തെ ദിവസം ചെയ്തുള്ളൂ. വേറൊന്നും ചെയ്തില്ല. അപ്പോൾ ബിരിയാണിയുടെ സവാള നമ്മൾ വെജിറ്റബിൾ ഓയിൽ അങ്ങോട്ട് വറുത്തിട്ടില്ലേ, നമ്മൾ ആദ്യം കുറച്ച് സവാള മാറ്റിയിട്ട് അത് കുറച്ചെന്ന് വെച്ചാൽ 3/4 ഭാഗം സവാള മാറ്റിയിട്ട് ബാക്കി ഒന്നുകൂടി മൊരിയിച്ചിട്ടാണ് മാറ്റിയത്. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ഒന്നുകൂടി മൊരിയിച്ചത്. എന്നിട്ട് അതും ഇതെന്താണ് എപ്പോഴും കാണുന്നത് തന്നെയാണ് നിങ്ങൾ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തൈര്, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, ഒരിത്തിരി മാത്രം കേട്ടോ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അത്രയേ ഉള്ളൂ. അതെല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ ഒരു 1/2 മണിക്കൂർ വെച്ച് തീ ഓഫ് ചെയ്തിട്ടേക്കണേണല്ലോ. പിന്നെ റൈസ് വേവിച്ചിട്ട് റൈസ് 3/4 വേവ്, ഇതും ഒരു 3/4 വേവിൽ ദമ്മിടുക. അത്രയേ ഉള്ളൂ. മല്ലിയില ഏറ്റവും അവസാനം ഇട്ടാൽ മതി. അപ്പോൾ അതവിടെ മൂടി വെച്ച് പിന്നെ ഇനി അരി വേവിച്ചെടുക്കണം. അപ്പോൾ ചോറുണ്ട് നമുക്ക്. ഉച്ചയ്ക്ക് പപ്പ കൊടുക്കാനുള്ള ചോറുണ്ട്. എനിക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ പപ്പക്കുള്ള ചോറ് 2 നേരത്തേക്കുള്ള ചോറുണ്ട്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ച് എന്ത് വെക്കണം. മീനൊന്നും എൻ്റെ കയ്യിൽ ഇരിക്കില്ല. അത് ചിക്കൻ മാത്രമേ പറയും. പരിപ്പ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം പരിപ്പ്
ചെറുപയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വൻപയർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ആ ഒരു കാര്യം എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കണം, എന്താ വേണ്ടതെന്നറിയില്ലല്ലോ. അപ്പം മുട്ട നമ്മൾ തലേദിവസം കഴിച്ചതുകൊണ്ട് പിന്നെ ഇനി മുട്ട വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ അരി എന്താണ് ജീരകശാലയുടെ ഒരു സിൽവർ എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, നല്ല അരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ അരി സാധാരണ ഏതരിയാണെന്നല്ല ഇങ്ങനെ കുതിർക്കാനും നിൽക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് കുതിർത്ത്, ആ മടിയുടെ അല്ല, നേരം കിട്ടൂല. ഞാനിങ്ങനെ വെള്ളം വെക്കലും അരി എടുക്കലും കഴുകലും ഇടലും ഒക്കെ ഒന്നിച്ച് കഴിയും കേട്ടോ. അപ്പം നമ്മൾ അരിയെല്ലാം വേവിച്ചെടുത്തിട്ടാ ഞാൻ സാധാരണ അരി ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കും. ചിലത് അപ്പോൾ ആയിട്ടുണ്ടാകും, ചിലത് കുറച്ചും കൂടി വൈകും. അപ്പം നോക്കിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാണ്, വറുത്തിടാം നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ മല്ലിയില ഇട്ടത്, അത് 1/4 ഭാഗം വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. എന്നിട്ട് അതിൻ്റെ മീതെ മല്ലിയില ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ റൈസ് വിട്ടിട്ട് അതിൻ്റെ മീതിൽ വളരെ കുറച്ച് നെയ്യ്, ഇവിടെ നെയ്യ് കൂടി ഇത് നെയ്യുടെ രുചി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് 3 ആൾക്കും ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് നെയ്യും പിന്നെ ഈ സവാള വറുത്ത എണ്ണയില്ല, ആ എണ്ണയുടെ ഒരു വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് ആയിട്ടുള്ളൂ. അപ്പോൾ അധികം എണ്ണ ആയിട്ടില്ല. അങ്ങനെ ആ നെയ്യ് വിട്ടിട്ട് ഇത്തിരി പൈനാപ്പിൾ എസൻസും കൂടി എൻ്റെ മീതിലിട്ടിട്ട് മൂടി വെക്കണേ ദം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ പപ്പക്കുള്ള പരിപ്പ് കറിയാണ് ഈ കുക്കറിൽ വേവിക്കണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പരിപ്പ് കറിയ കടല പരിപ്പ് പയറെല്ലാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ അത് ഉച്ചക്കും രാത്രിയൊക്കെ ചോദിക്കും, അതില്ലേ എന്ന് ചോദിക്കോട്ടെ, എപ്പോഴും അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇന്നപ്പോൾ പരിപ്പ് കറി തന്നെയാണ്. പിന്നെ പപ്പടവും കൂടി ഉണ്ടല്ലോ, പപ്പടം വറുത്തിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം. പിന്നെ ഞാൻ മുട്ടയും കൂടി കുറച്ച് 5 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസിൻസും നട്ട്സും സവാള വറുത്തതും ഇത്തിരി മല്ലി ഇലയും കൂടിയിട്ടാണ് ഒന്നിച്ച് വെച്ചേക്കണം. അപ്പോൾ അത് ദമ്മ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ടില്ല, അത് കുതിർന്ന് പോകും. അപ്പോൾ അതിങ്ങനെ ഗാർണിഷ് ചെയ്ത് മീതയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. ഇനി ഈ റൈസ് എല്ലാം കോരി മാറ്റണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, മിക്ക ആളുകളും ചെയ്യുന്നത് ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണത് എല്ലാം കൂടിയിട്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കെപ്പോഴും റൈസ് ഇത്തിരി പ്ലെയിനായിട്ട് കിടക്കണതാണ് ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള അറ്റത്തെ റൈസും ആ പീസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് വെച്ചിട്ട് അതിൻ്റെ മീതിലേക്ക് റൈസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്നിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ റൈസ് വേണ്ടവർക്ക് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, നമുക്ക് പീസ് വേണ്ടവർക്ക് പീസ് ഗ്രേവിയോടുകൂടി ഇട്ട് കൊടുക്കാം, അങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്കിങ്ങനെയൊക്കെ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ ഇഷ്ടമാണ്. ചില സമയത്ത് ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് പാത്രത്തിലേക്ക് നമ്മൾ വിളമ്പി കൊടുക്കും. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണി, അതുകൊണ്ട് സമയമുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം റയനാണ് ഈ സെറ്റ് ചെയ്തത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി വെക്കണം. നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഒരിക്കലും അമർത്തരുത്, അത് ലൂസായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കണം റൈസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കട്ട പോലെ ആയിപ്പോവും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ അപ്സൈഡ് ഡൗൺ ആയിട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അമർത്തി വെച്ചിട്ട് മാത്രം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കണം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ മുട്ട ഞാൻ അകത്ത് വെച്ചിട്ടില്ല, മുട്ട മുറിച്ചിട്ട് പുറത്ത് ഒരു ഭംഗിക്ക് വെക്കാമെന്ന് വെച്ചിട്ടാണ് അകത്ത് വെക്കാൻ. ഞാനെന്നുണ്ടെങ്കിൽ മുട്ട അകത്ത് വെച്ചിട്ട് വേണം ഇത് കുടഞ്ഞിടാൻ വേണ്ടിയിട്ട്. 2 തക്കാളി പീസ് അതും കൂടി വെച്ചിട്ടാണ്, കാരണം ഇവിടെ സാലഡ് അങ്ങനെ വേണ്ടല്ല, തൈരിട്ട സാലഡ്. അപ്പോൾ അതുകൊണ്ട് അതിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ട് 2 തക്കാളി വെച്ച് ഒരു പപ്പടമൊക്കെ വെച്ച് അച്ചാറും സാലഡൊക്കെ എടുത്തവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ ഒരു കാര്യം. കാരണം പിസ്സ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, മൈദ കിട്ടിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഉച്ചക്ക് തീർന്ന് ഇനി ഡിന്നറായിട്ട് റിച്ചാർഡിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിച്ചാർഡ് വരുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് കൊടുത്താൽ മതി, കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് തന്നെ കഴിക്കാം. അപ്പോൾ ഉച്ചക്ക് കഴിച്ചതോടുകൂടി ഞാൻ ഭക്ഷണം മതിയാക്കി. പിന്നെ രാത്രി കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ റൂബിക്കുള്ള ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിന് മുൻപായിട്ട് തന്നെ അവൾക്ക് ഒരു സ്റ്റാർട്ടർ കണക്കെ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതങ്ങനെ ഇരുന്നിട്ട് കഴിക്കണേ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ അവിടെ ഇത്തിരി നേരം അവളെ കൂടി ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേ റിച്ചാർഡ് പെട്ടെന്ന് വന്ന്. അപ്പോൾ റിച്ചാർഡിന് ഒരാൾ കൊണ്ടുവന്നാക്കിയതാണ് റിച്ചാർഡിനെ, അതുകൊണ്ട് റിച്ചാർഡ് വണ്ടി കാത്തു നിൽക്കേണ്ടിയൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ എത്തി. അങ്ങനെ ഞാൻ കിടന്ന് എഴുന്നേറ്റ പോലെ തന്നെ ഓടി വന്നിട്ട് ചായ ഇട്ടാണ് കേട്ടോ. കാരണം ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം 6 മണിയൊന്നും ആയിട്ടൊന്നുമില്ല, ഒരു 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ഓടി വന്നു. ഞാനിവിടെ കിടന്നതുകൊണ്ട് ഇത്തിരി നേരം വൈകി, കാരണം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ടാണ് ചായക്ക് ഇടാനായിട്ട് വൈകണത്. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ചായ ഇട്ട് അവന് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അവൻ ഭക്ഷണവും കഴിച്ച് കുളിച്ച് പഠിക്കാനും ഇരുന്നു കേട്ടോ. റിച്ചാർഡിന് ഒരുപാട് പഠിക്കാനുണ്ട്, ഇനിയിപ്പോൾ അടുത്തടുത്ത് പരീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഇന്നത്തെ ദിവസം തീർന്ന് അടുത്ത ദിവസത്തിലേക്ക് വന്നു നമ്മൾ. അപ്പോൾ ഇന്നലത്തെ ദിവസത്ത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഞാനൊരു ബിരിയാണി മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ
ഇന്നത്തെ വീഡിയോയും കൂടി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ റോജർ പോകാൻ നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ റോജറിന് ഇന്നും കൂടി ഒരു സ്പെഷ്യലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ നമ്മൾ ബിരിയാണി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പണ്ട് ഞാൻ കുട്ടികൾ സ്കൂളിൽ 3 പേര് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 2 കിലോ റൈസിനാണ് ബിരിയാണി വെക്കുന്നത്, എപ്പോഴും അതെ. കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. എന്നിട്ട് 2 ദിവസം അവർ അത് തന്നെ കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ്, എന്തോരം കൊടുത്താലും ഇഷ്ടമാണ്, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷം ഞാൻ 1/2 കിലോ അരി, 3/4 കിലോ അരി, അങ്ങനെയൊക്കെ സാധാരണ റോജർ മാത്രമുള്ള സമയത്ത് 1 കപ്പ് 1/4 കിലോ അരിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കും. ഇപ്പോൾ ഇന്നാണ് അതിനുശേഷം ഈ 2 കിലോ റൈസ് ഞാൻ പുറത്തിട്ടേക്കണ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമില്ലേ വട്ടത്തിലാണ് ഇപ്പോൾ ചവറ് കോരാൻ എടുക്കണത്. അന്ന് അത് ബിരിയാണി വെക്കാൻ വേണ്ടി മേടിച്ചൊരു പാത്രമായിരുന്നു. അപ്പോൾ ഏതായാലും അത് ഇപ്പം നമ്മൾ കളഞ്ഞ് പുറത്ത് വേസ്റ്റൊക്കെ എടുക്കാനായിട്ടും ഒക്കെ ആയിട്ട് വെച്ചേക്കണേ. പിന്നെ ആ 2 കിലോ ബിരിയാണി വെച്ചിട്ടിരുന്ന കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ 1.25 കിലോക്ക് വെച്ചത്. ഇന്നലെ അത്രയും ബിരിയാണി വെച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് ബാക്കി റിച്ചാർഡിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് ഫ്രീ ആണ്. ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് പിന്നെ അവനൊരു സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് മതി അവന്, അത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ അത് കാണിക്കാനൊന്നും നേരം കിട്ടില്ല. കാരണം നമുക്കിവിടെ ഗസ്റ്റ് നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടി ഇരുന്ന് ഒരുപാട് നേരം രാത്രി ഏകദേശം ഒരു 10 മണി വരെ സംസാരിച്ച് എന്നിട്ടൊക്കെയാണ് എല്ലാവരും പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ റിച്ചാർഡൊക്കെ നേരത്തെ വരികയും ചെയ്ത് പിന്നെ കഴിക്കണത് അങ്ങനെ പിന്നെ തിരക്കായിപ്പോയി. അതുകൊണ്ട് റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത്. അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ തിരക്കായിപ്പോയി. അപ്പോൾ കൂടുതൽ പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊട്ട് വീഡിയോ ഒക്കെ ഒരു കണ്ടന്റും അല്ല, ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ റോജറിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമായി. റോജർ രാത്രിയും ഉച്ചക്കും കഴിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഒരു നേരം കഴിക്കുള്ളൂ കേട്ടോ. രാത്രി ഉച്ചക്കൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു, അതും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇന്നും കൂടി ഒരു സ്പെഷ്യൽ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും റോജറിനും പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർക്കൊന്നും ഇവിടെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് റോജറിനാണ് പൊതിച്ചോറ് ഇഷ്ടം. റോജറും ഞാനും മാത്രം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടി പൊതിച്ചോറും ഇങ്ങനെ കഴിക്കാൻ കൊതി വരും. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒട്ടും കൊള്ളൂല. എന്നിട്ട് 250-300 രൂപ അടുത്താണ് ഒരു പൊതിച്ചോറിൻ്റെ വില. ഒട്ടും കൊള്ളൂല, തീരെ കൊള്ളൂല. അങ്ങനെ പിന്നെ നമ്മൾ ഒറ്റ തവണയും മേടിച്ചിട്ടുണ്ട്. റോജർ പുറത്തുനിന്ന് വേറെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പൊതിച്ചോറ് ഇവിടെ നമ്മൾ ഒരു തവണയെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിടയ്ക്ക് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ റോജർ ഇട്ട് ഇവിടെ ഇല്ലതാനും. അപ്പോൾ ഇന്ന് ഏതായാലും പൊതിച്ചോറ് അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല, പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനാണെന്നുണ്ടെങ്കിൽ ഒന്നും എൻ്റെ കയ്യിലില്ല, ചിക്കൻ മാത്രമല്ല. അപ്പോൾ ചിക്കനല്ലേ ഇന്നലെ തിന്നത്, അതുകൊണ്ട് ചിക്കൻ വേണ്ട. അപ്പോൾ ഇതിന് മീൻ വറുത്തത് മീൻ മുളകിട്ടതൊക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പനെ ഞാൻ പുറത്തേക്ക് മീൻ മേടിക്കാൻ വിട്ട്. അപ്പോൾ ഷാജി മീനും കൊണ്ട് വരുമ്പോഴേക്കേ മിക്ക ദിവസങ്ങളിൽ ഞാനിവിടെ ഇല്ല. അതങ്ങനെ ഷാജി തിരിച്ചു പോകും ആളില്ലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ മീനില്ല. അപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ. പിന്നെ എന്താണ് ഇത്തിരി വെജിറ്റബിൾസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് 1-2 സാധനങ്ങൾ ഉണ്ടാക്കാം. അത്രയൊക്കെ ഉള്ളു. എങ്കിലും എല്ലാം നല്ല ടേസ്റ്റുള്ള കൊച്ചു കറികളാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം. എങ്കിലും കുറച്ചധികം നേരത്തെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് രാവിലെ തന്നെ തുടങ്ങി. അത് ചോറെല്ലാം ഒരു ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പരുവത്തിൽ നേരത്തെ തന്നെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ കുറേ പണികൾ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തുടർന്ന് നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് പണികൾ തീർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇത്തിരി വേർത്ത് കുളിച്ചിരിക്കണേ, കാരണം കുറച്ച് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പൊതിച്ചോറിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ അടുത്ത ദിവസം എഴുന്നേറ്റ് പതിവ് പോലെ കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ അതിരാവിലെ പുറത്തേക്ക് ഇറങ്ങി കേൾക്കില്ല കേട്ടോ, സൈലൻ്റ് ആയിരിക്കും. ഒരു 5:45, 6 അടുത്ത് വരുമ്പോഴാണ് കിളികളുടെ ശബ്ദമൊക്കെ കേട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്തിരി താമസിച്ചിറങ്ങിയിട്ട് ആ ശബ്ദം എടുക്കണം ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ജോലികൾ കാലത്ത് കുറച്ച് തീർത്തിട്ട് പിന്നീട് പുറത്തിറങ്ങണം. അപ്പോഴും ഇരുട്ട് തന്നെ ആയിരിക്കുള്ളൂ. എങ്കിലും കിളികളൊക്കെ ഉണർന്ന് പുറത്തേക്ക് അങ്ങനെയൊക്കെ വരണ ഒരു സമയം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറക്കമായിരിക്കുള്ളൂ എന്ന് തോന്നുന്നു, ആർക്കും ശബ്ദമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട്
അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാല് കാച്ചിയിട്ട് റിച്ചാർഡിനുള്ളത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പാലവിടെ വെച്ചിട്ടുണ്ട്. റിച്ചാർഡ് അപ്പോൾ കുളിക്കാനൊക്കെ കയറിയിരിക്കണേണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് ഒന്ന് കറക്കി തിരിച്ച് അവിടെ വെക്കും. എല്ലായിടത്തും ഒന്നുകൂടി ഒന്ന് പുരട്ടിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ മറിച്ച് തിരിച്ചിട്ടൊക്കെ ഒന്ന് വെക്കും കേട്ടോ. പിന്നെ അതേ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറും അരി ഇട്ടേക്കണേണ് അടപ്പിൽ. കാരണം നമുക്ക് ഉച്ചക്ക് പൊതിച്ചോറ് കുറച്ചധികം നേരം പൊതിഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കെങ്കിലും പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോറ് ഒരു 11:30യോടുകൂടിയെങ്കിലും എടുക്കാൻ പറ്റിയ രീതിയിൽ നേരത്തെ വേവിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് ഒരുങ്ങി വരണേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ലഞ്ചിൻ്റെ കാര്യമാണ് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. കാരണം നമുക്ക് പൊതിച്ചോറ് കെട്ടി വെക്കാനുള്ളൊരു ടൈം വേണമല്ലോ. അല്ലാതെ നമ്മളങ്ങനെ വിളമ്പിയിട്ട് അങ്ങോട്ട് കഴിക്കലല്ല ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നമുക്കെപ്പോഴും അങ്ങനെ ഒരു എങ്ങനെ ഏതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മൾ വീട്ടമ്മമാർ വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ പ്ലാനിങ് എന്തായാലും വേണം. പ്ലാനിങ് ഉണ്ടെങ്കിലേ പണികൾ എളുപ്പത്തിൽ തീരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെത്തും പിടിയും കിട്ടില്ല എവിടെ കൊണ്ടേ തീർക്കണമെന്ന്. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടണം ഏതാണ് ചെയ്യേണ്ടത് ആദ്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ചെയ്യാതിരിക്കണത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30യോടുകൂടി കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാം. അപ്പം ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് സവാള ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ ആ ഒരു ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കുമാണ് റിച്ചാർഡ് റെഡിയായി വന്നേക്കണത്. അപ്പോൾ റിച്ചാർഡ് റിച്ചാർഡ് ഹെൽമെറ്റും കൊണ്ട് പോകണേണ്. ഇന്നലെ ഒരു ആൾ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാൽ ഇവിടം വരെ അല്ല ഇട്ടാക്കണത്, കലൂർ വരെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാക്കുമ്പോഴത്തേക്കും ബൈക്കിൻ്റെ പിന്നിലിരിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റും കൊണ്ടാണ് ഇപ്പോൾ ആൾ ഇന്നിപ്പോൾ പോയേക്കണത്. നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഏതായാലും ഹെൽമെറ്റും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോരും നീ, അപ്പോൾ എനിക്ക് നിന്നെ കൊണ്ടൊന്നും ആക്കാമല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റായി 7 മണി കഴിഞ്ഞിട്ടാണ് റിച്ചാർഡ് വീട്ടിലെത്തണത്. ഇവൻ ഇവിടെ നിന്ന് തന്നെ ഈ വാഹനം ഓടിച്ച് പോകൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവൻ വാഹനങ്ങളൊന്നും എടുക്കാതെ പോണത് കേട്ടോ. അപ്പോൾ സ്വന്തം വാഹനത്തിൽ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊക്കെ പോരാനാണ് ഈ ഹെൽമെറ്റും കൊണ്ട് പോയേക്കണം. അപ്പോൾ റയൻ എഴുന്നേറ്റിട്ടില്ല, റയൻ കിടക്കണേ. പപ്പയാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പപ്പ രാവിലെ ഇങ്ങോട്ട് നടക്കാൻ പോയേക്കണേണ്, പപ്പയുമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ് വേഗം. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇന്നലത്തെ പരിപ്പ് കറി ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമല്ല. കാരണം തേങ്ങ വളരെ കുറച്ച് എള്ള് ചിരണ്ടിയത്, പിന്നെ പൊതിച്ചിട്ടില്ല. അങ്ങനെ പൊട്ടിച്ച് ചിരണ്ടി എടുക്കുക ഒരു മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഉള്ള തേങ്ങ വെച്ചിട്ട് നമുക്ക് 2 പൊതിച്ചോറിൻ്റെ കറികൾ ഉണ്ടാക്കണം. അപ്പോൾ ആ തേങ്ങ സൂക്ഷിക്കണം, അത് പലഹാരം ഉണ്ടാക്കാൻ എടുക്കാൻ പാടില്ല. ഇനിയും എനിക്ക് കാലത്തെ ഇങ്ങനെയൊക്കെ തേങ്ങ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി മേൽ പരിപാടി തീർക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി പരിപ്പ് കറി എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി ചൂടാക്കിയിട്ട് കൊടുക്കാം. റയനാണെന്നുണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട, ചുമ്മാ ചപ്പാത്തി കഴിക്കും. അപ്പോൾ ഇതിൽ ചപ്പാത്തിയിൽ പുരട്ടണ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇവർക്കൊന്നും വേണ്ട. മറ്റേ പീനട്ട് ബട്ടർ ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊന്നും ഇവർക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ പ്ലെയിൻ ചപ്പാത്തി തിന്നുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. പിന്നെ ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യണത് തോരന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ള കേട്ടോ. അങ്ങനെ തേങ്ങ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേണ്. മടിയായിട്ടാണ്, പുറത്ത് ഒരുപാട് തേങ്ങ കിടപ്പുണ്ട്, എടുക്കാൻ മടിയായിട്ടാണ്. അപ്പോൾ തോരന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചോപ്പ് ചെയ്തെടുക്കണേ നല്ലത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞാനങ്ങനെ ഒരു ബീട്രൂട്ടിൻ്റെ ഇത് തോരനുണ്ടാക്കിയപ്പോൾ ചോപ്പറിലിട്ട് പൊടി പോലെ ചോപ്പ് ചെയ്തെടുത്ത്. അത് നല്ലതായിരുന്നു, വെള്ളം പോലെ ആവില്ല. ഇത് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കട്ട പോലെ ഇരുന്ന് വെച്ച്. പിന്നെ തേങ്ങയും കുറവാണ്. തേങ്ങ കൂടുതലിട്ട് കഴിഞ്ഞാലും ഇത് എല്ലാവരും ഒന്നും കഴിക്കാത്തതുകൊണ്ടേ ഇതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അത് വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഇത് അധികം കൂട്ടിയെടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ അത് മതി, തേങ്ങയും കുറവായിട്ട് അങ്ങനെ അത് മതി എന്ന് വിചാരിച്ച് അങ്ങനെ അത് വെച്ച് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട്
ഒരു മെഴുക്കുരട്ടി, ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മെഴുക്കുരട്ടി. അപ്പോൾ ഒരു മറവി സംഭവിച്ചത്, പപ്പ അവിടെ വന്ന് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേണ്. പപ്പ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പപ്പ അത് സംസാരിച്ചുകൊണ്ടിരിക്കണേൻ്റെ അടുത്ത് ആ സംസാരം കേട്ടപ്പോഴത്തേക്ക് ഞാൻ സവാള ഇട്ട് താളിക്കാൻ മറന്നുപോയി. അതൊരു കുഴപ്പമില്ലാഞ്ഞിട്ടാ, ഇതിൻ്റെ മീതിലിങ്ങനെ ഇട്ടാലും മതി, ഒരു കുഴപ്പമില്ലാഞ്ഞ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ എനിക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചത് എടുക്കാൻ മറന്നുപോയി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് അവിടെ സവാള അങ്ങനെ ഇരിക്കണം കണ്ടത്. അങ്ങനെ അത് മീതയിലിട്ട്, അത് നല്ലതായിരുന്നു. പിന്നെ അതേ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള സവാളയും പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ച്, അപ്പം നമുക്ക് വേണ്ടതിന് താളിക്കാനൊക്കെ വേഗം വേഗം എടുക്കാമല്ലോ. അപ്പോൾ ഈ വലിയ ബർണറിൽ വെച്ചിട്ട് അതൊന്ന് ചൂടങ്ങട് ആയി കഴിയുമ്പോൾ ചെറിയ ഇതിലേക്ക് മാറ്റിയിട്ട് അടുത്തത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വലിയ ബർണറിലേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിനും കൂടിയും മെഴുക്ക് പുരട്ടി, അതിനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വേഗം വേഗം ചെയ്ത് ഇനി നമുക്ക് മീനിൻ്റെ പണിയുണ്ട്. മീൻ ഞാൻ എന്തെങ്കിലും വറുക്കാൻ പറ്റിയത് മേടിക്കാൻ പറ്റും. അപ്പോൾ റോജറിന് ഒന്നും തന്നെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഒരു സാധനങ്ങൾ മേടിച്ചില്ലായിരുന്നു. അവൻ കുറച്ച് ചിപ്സ് അങ്ങനെ കുറച്ച് വറുത്ത സാധനങ്ങൾ മേടിച്ചിട്ട് പോയിട്ടാണ്. കാരണം അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയും കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ട് അവൻ അത് മേടിച്ച് അത് മാത്രമാണ് കൊണ്ടുപോകാൻ പോയത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കസിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. റോജറൊന്നും താഴേക്ക് വന്നിട്ട് കൂടി റോജറിൻ്റെ പാലാണ് ഇവിടെ ഇരിക്കണം. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി ചൂടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പപ്പ മീനും പിന്നെ ഇത്തിരി കക്കിറച്ചി കണ്ടിട്ട് കക്കിറച്ചിയും കൂടി മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടെ ഇനി ചെമ്മീനൊക്കെ കിട്ടണമെങ്കിൽ ചെമ്മീനൊലത്തിയതും കൂടി വെക്കാം. പിന്നെ എനിക്ക് ഇപ്പോൾ ഈ ചെമ്മീൻ കിള്ളാനായിട്ട് എനിക്കൊരു ഇത്തിരി പേടിയുണ്ട്. കൈക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ആകും. അതുകൊണ്ട് ചെമ്മീൻ ഉണ്ടെങ്കിലും എടുക്കാൻ ഞാൻ പറഞ്ഞു വിട്ടില്ല. ഏതായാലും ചെറിയ ചാളയും ചെറിയ കക്കിറച്ചിയാണ് കിട്ടിയത്. അപ്പോൾ കക്കിറച്ചി നമ്മളൊരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് വേണം എപ്പോഴും അങ്ങനെ ടാപ്പിൻ്റെ വെച്ചിട്ട് കഴുകാൻ. അതിൻ്റെ മണ്ണ് വേഗം വേഗം പോവും, പെട്ടെന്ന് താഴേക്ക് പോവും, ഈസിയാണ്. അപ്പോൾ അങ്ങനെ കഴുകിയൊക്കെ എടുത്ത് അതിനകത്തെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, അധികം ഇടരുത്. എന്നിട്ട് അത് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ചേർത്തിട്ട് നല്ല വറുത്തെടുക്കാം. അപ്പം മീൻ വെട്ടണതിന് മുൻപ് തന്നെ ഞാൻ മസാലകൾ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പുരട്ടാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അത്യാവശ്യം നമുക്ക് വറുക്കാനുള്ളത് ആദ്യം ഞാൻ വെട്ടിയെടുത്ത് അത് മാരിനേറ്റ് ചെയ്ത് ഇത്തിരി നേരം വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ കക്കറച്ചി ആയത് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് അടുക്കി പിടിക്കും. അപ്പോൾ മീൻ പുരട്ടിയത് ഞാനവിടെ വെച്ചിട്ട് ബാക്കി മീനിന് വെട്ടാൻ പോയിട്ടാണ്. ബാക്കി മീനും വെട്ടിയെടുത്ത് കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അത്ര നേരം അവിടെ അത് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് മീൻ വറുക്കാനിട്ട്. അപ്പോൾ മീൻ വറുക്കാനൊക്കെ ഇരുമ്പിൻ്റെ ചട്ടിയിലിടുമ്പോൾ എപ്പോഴും നല്ല പുക വന്നതിന് ശേഷം മാത്രം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കില്ല. ഇത്തിരി ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടൂല, ഒട്ടിപ്പിടിക്കും. എപ്പോഴും നല്ലതായിട്ട് ചൂടായി പുക വരണ സമയത്ത് മാത്രം അങ്ങോട്ട് ഇടുക. പുക വന്ന് തീ പിടിക്കരുത് എണ്ണക്കെട്ടാ, അത് ശ്രദ്ധിക്കണം. പുക ഇതിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് തീ കയറി ആളിക്കത്തും. അപ്പോൾ ഈ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന പിള്ളേരൊക്കെ പേടിച്ച് പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ വെക്കരുത്, നോക്കി നിൽക്കണം, പെട്ടെന്ന് തന്നെ ഇട്ടേക്കണം. അപ്പോൾ ഇത് കണ്ട ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ അത് അങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാ മീനും വിട്ട് ഇങ്ങനെ കിടന്ന് ഇളകണം കാണാം. അപ്പോൾ അത്രയും നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കണമെന്ന് അർത്ഥം. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് പിന്നെ അടുത്തത് ഇത് മാറ്റിയിട്ട് വേണം കക്ക ഇറച്ചി വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് അത് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ കക്ക ഇറച്ചിക്കകത്തേക്ക് എനിക്ക് പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാനാണ് എനിക്കിഷ്ടം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, എങ്കിലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നതിൽ നല്ലത് ഇതിനകത്ത് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മുടെ മീനിനും വേണം വെളുത്തുള്ളി. അപ്പോൾ ഏതായാലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മീനിനും കക്കിറച്ചിയും കൂടി രണ്ടും കൂടി ചേർത്ത് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടാ. എന്നിട്ട് മീൻ വെറുതെ ഇങ്ങനെ എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ഇടാതെ മുളകിട്ടെടുക്കണേ. അപ്പോൾ ആദ്യം ഉലുവ പൊട്ടിച്ചിട്ട് പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള അതൊന്ന് വഴറ്റിയിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ല പുളി നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. പുളിവെള്ളം ഇട്ട് ഇത്തിരി വെള്ളം മാത്രം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതും നല്ല ടേസ്റ്റ്. ഇവിടെ പപ്പക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പപ്പക്ക് തേങ്ങ അരച്ച് വെക്കണം. റയനും റോജറിനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ വറ്റിച്ചെടുക്കണത്.
അപ്പോൾ അതും കൂടിയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആകെ ഈ കുഞ്ഞ് ചാള മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൂടിയ മീനുകളൊക്കെ നമുക്കങ്ങനെ നമ്മൾ മേടിക്കാറില്ല കൂടിയ മീനുകൾ. കാരണം കൂടിയ മീനുകൾ നല്ലതാണോ നമുക്ക് അറിയില്ല. മിക്കതും മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് വരവ് മീനാന്ന് പറഞ്ഞത്, പുറത്തു നിന്നൊക്കെ എന്തൊക്കെ ആയിട്ട് വരണ മീൻ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയും നമ്മുടെ നാടൻ മീനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ പപ്പയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പപ്പനെ അവർ പറ്റിച്ചിട്ടേ വിടുള്ളൂ. അപ്പം ഞാൻ പറയും ഷാജി കൊണ്ടുവന്ന് തരണമെങ്കിൽ തരട്ടെ, അവർക്ക് മീൻ നോക്കാനറിയാം, നമുക്ക് നോക്കാനറിയില്ല. അപ്പോൾ പപ്പയുടെ അടുത്ത് അവർ നല്ലതാണെന്ന് പറഞ്ഞാൽ പപ്പ അത് മേടിക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാച്ചാനൊക്കെ മേടിച്ചിട്ട് നമുക്ക് പണി കിട്ടി. 750 രൂപ 650 രൂപ 750 രൂപയൊക്കെ എന്തോ മേടിച്ചിട്ട് വന്നത്. അത് ഒട്ടും കൊള്ളില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ പപ്പയുടെ അടുത്ത് പറയും നാടനായിട്ടുള്ള നമ്മളെപ്പോഴും കഴിക്കുന്ന സാധനം മതി കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പപ്പ 100 രൂപയുടെ ചാള 100 രൂപയുടെ കക്കയിറച്ചിയാണ് ആകെ മേടിച്ചിട്ട് വന്നത് കേട്ടോ. നമുക്കത് മതി, എനിക്കതാണ് തൃപ്തി ശരിക്കും. അപ്പോൾ അത് ഒന്ന് തീ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ഈ വലിയ ബർണർ മാത്രമാണ് നല്ല ഫ്ലെയിമായിട്ട് നിൽക്കുന്നത്, മറ്റേത് രണ്ടും ആകെ പോയി കിടക്കണേണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് സ്റ്റൗവിൻ്റെ ബ്രാൻഡ്. അപ്പം ഞാൻ കാഫെന്ന് എഴുതിയിട്ട് കാപ്പയെന്ന് എഴുതി വിട്ടത്. ഞാനതെന്ത് ബോധം കെട്ട് ഇരുന്ന പോലെ അത് മാറിപ്പോയി. പിന്നെ ആ മെസ്സേജ് കണ്ടതുമില്ല, അത് തിരുത്തി എഴുതാൻ വേണ്ടി നോക്കിയിട്ട്. അപ്പം കാഫാണ്, മോശം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അത് ഒട്ടും തന്നെ കൊള്ളൂല. ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഗ്ലാസ് നല്ല അടിപൊളിയാണ്. അത് എത്ര ചൂടായി നിന്നാലും ഐസ് വെള്ളം വീണാൽ പോലും അത് പൊട്ടൂല കേട്ടോ. മറ്റുള്ളതൊക്കെ പൊട്ടിപ്പോണമെന്ന് പറഞ്ഞേക്കാം. ഇത് ആ ഗ്ലാസ് നല്ലതാണ്, പക്ഷേ ബർണറുകളൊക്കെ പൊട്ടയാണ്. ഇനിയിപ്പോൾ ഏതായാലും മേടിച്ച സ്ഥിതിക്ക് കുറച്ചും കൂടി നാൾ ഉപയോഗിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് നിൽക്കണേ. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടേ, നമ്മളെപ്പോഴും അങ്ങനെ ഉപയോഗിക്കാത്ത ഇരുമ്പിൻ്റെ ചട്ടികൾ എടുക്കുമ്പോൾ ഇല്ലേ, നമ്മൾ ഇത്തിരി എണ്ണയിട്ടിട്ട് നന്നായിട്ട് കുറച്ച് പ്രാവശ്യം തുടച്ച് കളയണം. എപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് കഴുകി കൊണ്ടുവന്നാണ് എങ്കിലും നമ്മൾ കറി ഉണ്ടാവും ചൂടാകുമ്പോഴില്ലേ, അത് തുടച്ച് കളയണം. അപ്പോൾ നമ്മൾ എണ്ണയുടെ അകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വെന്ത ഈ സാധനം അതിനകത്തേക്ക് ഇനി നമ്മൾ ഏറ്റവും അവസാനം ഇത്തിരി കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ഇറക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാ മസാലകളും അതിനകത്തുണ്ട്. അപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മളിത് പൊട്ടി തീർന്ന് ഇറക്കാനാകുമ്പോൾ മാത്രമാണ് ഈ കുരുമുളക് പൊടി ഇട്ടത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ മറിച്ച് ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് മറിച്ചെടുക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കക്കയിറച്ചിയുടെ കാര്യം. അപ്പോൾ ഇനി നമ്മുടെ പണികൾ ഒതുങ്ങി. ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊരിക്കണം, ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ റയൻ കൊച്ചിനെ ഞാനൊന്ന് വിളിച്ച് ഇത്തിരി പാത്രങ്ങൾ കഴുത്തന്നെയെന്ന് പറഞ്ഞ് അങ്ങനെ റയൻ അപ്പം തന്നെ ഓടി വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുത്തുന്നു കേട്ടോ. ഇനി ആകെപ്പാടെ ഉള്ളത് ഈ തേങ്ങ ഒന്ന് ചമ്മന്തിയാക്കാനായിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇത്തിരി പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. വേറൊന്നും ഇതിനകത്ത് ഇടുന്നത് ഇഷ്ടമല്ല. ഇഞ്ചി അതുപോലെ വേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റയന് ഇഷ്ടമല്ല. റയന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷേ ഈ വക സാധനങ്ങൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ തിന്നൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു 4 ഉരുളകളാക്കിയിട്ട് അതും അവിടെ വെച്ച്, പിന്നെ അതേ ജാറിൽ തന്നെ ഇത്തിരി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് മുട്ട പൊരിക്കാനും കൂടി അരിയാൻ നിന്നില്ല. പക്ഷേ ഇങ്ങനെ കറക്കി എടുക്കുമ്പോഴത്തേക്കും മുട്ട ഇങ്ങനെ നമുക്ക് മറിച്ചിടാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അത് തീരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഏതായാലും അതും കൂടി ചെയ്തു വെച്ചേട്ടാ. അപ്പോൾ എനിക്ക് അരിയാനുള്ളൊരു നേരം ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ടാ കൂടുതലൊന്ന് ചതഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് 2 മുട്ട മാത്രം എടുത്ത്, കാരണം നമുക്ക് ഒരുപാട് കറികളുണ്ടല്ലോ. അപ്പോൾ ഈ മുട്ട പൊരിച്ചതൊക്കെ ഒരുപാടാകുമ്പോൾ വയറ് നിറഞ്ഞു പോകും വല്ലാതെ. എല്ലാ കറികളും നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് 2 മുട്ട മാത്രം എടുത്ത് നമുക്ക് 4 പേർക്ക്. അപ്പോൾ റിച്ചാർഡിന് ഏതായാലും ഈ സംഭവമൊന്നും വേണ്ടാത്തതുകൊണ്ട് ആകെ 4 ഇല ഞാൻ പപ്പനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പപ്പ മീനും മേടിച്ച് ഇലയും ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ ഒപ്പം തന്നെ ഇലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല ഞാൻ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തളിരെല്ലാം മേടിക്കല്ലേ പപ്പ, നമുക്ക് ഇത് വാട്ടാനുള്ളതാണ്, വാട്ടി എടുക്കണ്ടേ, വെറുതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോവുകയെ. പക്ഷെ കിട്ടിയത് തളിരിലയൊക്കെ തന്നെയാണ്. അതും ഒട്ടും തന്നെ വലിപ്പമില്ലാത്ത വീതിയില്ലാത്ത ഇലയാണ് കിട്ടിയത്. പിന്നെ നമുക്ക് കിട്ടിയതിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കണക്കിന് അത് തൊട്ടക്കിരണ ടൈപ്പ് അത്രയും നേരത്തെ ഇലയാണ് കേട്ടോ. അതൊരു വിധത്തിൽ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് തുടച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇത് കഴുകാനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ, അത്രയും ഇളയ ഇലയും. അപ്പം അതിൻ്റെ പാത്രം കഴുകിക്കഴിഞ്ഞ് അത് ഏപ്രൺ കെട്ടി വന്ന് നിൽക്കണേന് കേട്ടോ. ഇനി അടുത്ത പാത്രങ്ങൾ കഴുകാം, വേറെ എന്താ ഉള്ളതെന്ന് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞ്
ഇനി നമ്മൾ ചോറ് കെട്ടി എല്ലാം വെച്ചതിന് ശേഷം ബാക്കിയുള്ള കറികൾ എല്ലാം ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതെല്ലാം ഞാൻ കഴുകി വെച്ചോളാം. ഇത്രയും ചെയ്ത് തന്നായതുകൊണ്ട് റായനെ പറഞ്ഞു വിട്ടെ. അപ്പോൾ അതേ മുട്ടയും കൂടി പൊരിച്ചെടുത്ത്, അപ്പോൾ ഇതും നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പുക വരണ ആ ഒരു സമയത്തെ ഇതങ്ങോട്ട് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇളകി വരില്ല. ഇതിപ്പോൾ ഒട്ടും അത് നല്ല നോൺ സ്റ്റിക്ക് പോലെ കിടക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉള്ളി ചതഞ്ഞ് പോയതുകൊണ്ട് ഇത് പൊക്കിയെടുക്കാൻ പറ്റണില്ല എനിക്ക്. കാരണം അത് അത്രയും ഒരു സോഫ്റ്റായിട്ടിരിക്കണേ. അത് ഇങ്ങനെ നല്ല ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. ഇത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അപ്പോൾ അത് ഇങ്ങനെ മറിച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എങ്കിലും പിന്നെ ഞാനത് നിവർത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടാ. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ മുട്ട പൊരിക്കലും എല്ലാം കഴിഞ്ഞ് ഇനി ചോറ് കെട്ടല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി പണിയുണ്ടല്ലോ. ഇത്തിരി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു പൊതിച്ചോറെന്ന് പറയുന്നത് ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരിക്കലും ചോറ് കിട്ടി സ്കൂളിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പൊതിച്ചോറ് ഇന്ന് വരെ ഞാനായിട്ടാണ് പൊതിച്ചോറ് എനിക്ക് ഉണ്ടാക്കി ഞാൻ കഴിച്ചേക്കണത്. അല്ലാതെ എനിക്കൊരു പൊതിച്ചോറ് ഇന്ന് വരെ ഒരാളും ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പം അങ്ങനെ അത് പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടിഫിൻ ബോക്സിലല്ലേ ചോറ് കൊണ്ടുപോകണത്. അല്ലാതെ ഒരു പൊതിച്ചോറ് എൻ്റെ ജീവിതത്തിൽ ഒരാളും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അതെൻ്റെ ഒരു സന്തോഷമാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് എന്താ കിട്ടാതിരുന്നത് അത് നമുക്ക് മക്കൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അല്ലേ. പക്ഷെ നമ്മളുടെ മക്കൾ പലതും ചിലപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം, അത് കിട്ടിയിട്ടുണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കണത് എന്തെന്നാൽ, എനിക്ക് അത് ആഗ്രഹം ഉണ്ടാകുന്നു, എനിക്കത് കിട്ടിയില്ല, അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് കൊടുക്കണം അല്ലേ. അങ്ങനെയല്ലേ തലമുറ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ചോറിൻ്റെ കറികളെല്ലാം റെഡിയാക്കി വെച്ച്, ചമ്മന്തി, അച്ചാറ്, തോരൻ, മുട്ട പൊരിച്ചത്, കക്കയിറച്ചി ഫ്രൈ, ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടി, മീൻ കറി, മീൻ മുളകിട്ടത്, മീൻ വറുത്തത്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് ഇനി പൊതിഞ്ഞെടുക്കണം. അപ്പോൾ പൊതിഞ്ഞിട്ട് ഏതായാലും ഞാനൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കണേണ്. കാരണം ഞാൻ വളരെ ഒരിത്തിരി പേപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വലിയ മൊത്തം ഷീറ്റ് എടുത്തിട്ടില്ല. അത് പകുതിയാക്കിയിട്ട് എടുത്തേക്കണം. കാരണം നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകണ്ട. ആ ടേബിളിൽ വെച്ചിട്ട് കഴിക്കാൻ നേരം അവിടെ ഇരുന്നതിനെ അങ്ങ് തുറന്നാൽ മതി. അല്ലാതെ നമ്മൾ ബാഗിൽ വെച്ച് കൊണ്ടുപോയി തിരിച്ചും മറിച്ചും പൊട്ടിപ്പോകും എന്നുള്ളൊരു പേടി വേണ്ട. അതുകൊണ്ട് വളരെ കുറച്ച് പേപ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിലേ വലിയൊരു കെട്ടുപോലെ ഇരിക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചെടുത്തേക്കണോണ്ട് തന്നെ ഇത് തുറന്നു പോകും. അപ്പോൾ 2 റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അങ്ങനെ ഓരോന്നേ പൊതിഞ്ഞ് ഓരോരുത്തരുടെ സീറ്റിലേക്ക് അവിടെ ഞാൻ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ 4 എണ്ണം എടുത്താൽ മതിയല്ലോ. അപ്പോൾ 4 സീറ്റിലേക്കും ഓരോന്ന് എടുത്ത് വെച്ചു. അപ്പോൾ പപ്പ പള്ളിയിൽ പോയിട്ടാണ്. അപ്പോൾ പപ്പ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും 1:30 മണിയൊക്കെ കേട്ടോ. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നതാണ്, ബൈക്കിൽ ഞാൻ കയറിൽ പപ്പയുടെ കൂടെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ ആരുടെയും കൂടെ ബൈക്കിൽ കയറില്ല, കുട്ടികളുടെ കൂടെയും കയറില്ല, പപ്പയുടെ കൂടെയും കയറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മൾ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെ നോക്കാനൊക്കെ അവർക്ക് പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഈ വണ്ടിയിലൊന്നും കയറാത്തത് കേട്ടോ. പപ്പയുടെ കൂടെ വണ്ടിയിൽ പോകാത്തതുകൊണ്ട് തന്നെയാണ് കൂടുതലും പപ്പനെ കൂടി എനിക്ക് പോകാനും പറ്റാത്തത്. കാരണം ബൈക്കിലാണ് പപ്പ കൂടുതൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കാർ എടുക്കേണ്ടി വരും. കാറാണെങ്കിൽ പപ്പയ്ക്ക് പാർക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കാറിൽ യാത്രയും കുറവാണ്. അത്യാവശ്യം മാത്രമേ കാർ എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ 12:30 മണിയായപ്പോഴത്തേക്കും ഊണെല്ലാം കെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറികളുടെ എല്ലാം മറ്റ് ചെറിയ പാത്രത്തിലേക്കാക്കി എല്ലാ പാത്രങ്ങളും കഴുകിയൊക്കെ വെച്ച്. അപ്പോൾ 1 മണിയായിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി കിച്ചൺ എല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോൾ 1 മണിയായി. അപ്പോൾ പപ്പതേ പള്ളിയിൽ നിന്ന് വന്നിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് എൻ്റെ അടുത്ത് സംസാരിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തേക്കണത്. ഒരു സീരിയസ് മാറ്റർ ഇങ്ങനെ സംസാരിച്ചിട്ട്, കാരണം പോയ സ്ഥലത്ത് നിന്ന് അറിഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഉടുപ്പൊക്കെ മാറിയിട്ടിട്ട് വാ, ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്ന് പറയാം. അപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. കാരണം ഒത്തിരി നേരം പപ്പ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ദേ ഊണ് കഴിക്കാൻ വന്നിരുന്ന്. ആദ്യം റോജറാണ് തുറന്നത്. റോജറിന് വർക്കുണ്ടല്ലോ, അപ്പോൾ വർക്കിൻ്റെ ഇടയിൽ നിന്ന് വന്ന് ഇനി തിരിച്ചങ്ങോട്ട് തന്നെ വർക്കിന് കയറണം. അപ്പോൾ അങ്ങനെ റോജർ ആദ്യം തുറന്ന്, പിന്നെ ദേ റയൻ തുറന്ന്, പപ്പ മുകളിലേക്ക് ഉടുപ്പ് മാറാനും കുളിക്കാനൊക്കെ ഇട്ടൊക്കെ അങ്ങോട്ട് പോയേക്കണേണ്. ഇനി പപ്പ വന്നിട്ട് പപ്പയും ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ.
അപ്പോൾ പപ്പ വന്നിട്ട് പപ്പയുടെ കഴിക്കണത് കൂടി കാണിച്ചിട്ട് ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഇഷ്ടപ്പെട്ട് ഞാൻ തുറക്കട്ടെ. പപ്പയും തുറന്നിട്ടില്ല, വെള്ളം തന്നിട്ടില്ല. ഞാനിവിടെ കിണ്ടിക്കൊണ്ടിരിക്കണെന്നടുത്ത് എന്തൊക്കെ അറിയാണല്ലോ. ചാളക്കറിയുണ്ട്, മുട്ട വറുത്തതുണ്ട്, പിന്നെ കക്ക ഫ്രൈ ചെയ്തത്, പിന്നെ എന്ത് തോരനാണത്, ബീട്രൂട്ട് തോരനുണ്ട്, ചാള വറുത്തതുണ്ട്, പിന്നെ ഇതെന്താണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും പിന്നെ ഉണ്ടല്ലോ രണ്ട് സാധനം കൂടി. എവിടെയാണ്? അതെ, അതുമ്മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്താണ്? ചമ്മന്തി. പിന്നെ അച്ചാറുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ അരികിലുണ്ട്. ഇവിടെ തന്നെ അച്ചാറ്. അച്ചാറാണ്. ഓക്കെ. അപ്പോൾ റോജറാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എൻ്റെ ആ ബെഡിൽ വന്ന് കിടന്ന് കുറേയധികം നേരം സംസാരിച്ചും കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഞാൻ റയനും റോജറും കൂടി വേണം കുറേ നേരം കിടന്ന് 5 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് കാപ്പി ഇട്ട് തന്നെ. അപ്പോൾ റോജറിന് കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റയൻ ഈ പാലിട്ട സംഭവങ്ങളൊന്നും കഴിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ എനിക്കിതിരി കാപ്പി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടുതൽ കാപ്പിയൊക്കെ ഇട്ട്. അപ്പോൾ റിച്ചാർഡ് വന്നത് ഒരു 5:45 കൂടിയിട്ടാണ്. പിന്നെ അതേ കാപ്പിയും ബ്രെഡൊക്കെ ഇട്ട് പപ്പക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് റിച്ചാർഡ് വന്ന് കാപ്പി കുടിച്ച് 3 ആളും കൂടി ഇരുന്ന് ഡിന്നർ കഴിഞ്ഞ് ചാടുവട്ടെ കൊച്ചിനെ ചേട്ടനെ യാത്രയാക്കണേ റൂബി. ചാടും വണ്ടി വന്നിട്ടില്ലല്ലോ. വന്നാ കാല് ശ്രദ്ധിച്ചു വളഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ബൈ. അങ്ങനെ 7:30 മണിയോടുകൂടി റോജർ പോയി. അപ്പോൾ ഇനി ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.